السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين. أما بعد. اللهم رب زدنا علما يا كريم. ഏറെ ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, അള്ളാഹുവിനുള്ള തഖ്വ ഒരാളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിന് ഒന്നുകൂടി ഊന്നൽ നൽകി പറയുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയ ഒരു പണ്ഡിതനെ കുറിച്ചാണ്. ആ പണ്ഡിതന്റെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അദ്ദേഹത്തിന്റെ ഏത് രംഗത്തുമുള്ള സേവനങ്ങളെ കുറിച്ച് ആളുകൾ എഴുതുകയോ പറയുകയോ ചെയ്താലും അത് എഴുതിയ ആൾക്കും പറയുന്നയാൾക്കും മതി വരുന്നില്ല എന്നുള്ളതാണ്. വളരെ അപൂർവമാണ് ചരിത്രത്തിൽ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെയും ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അദ്ദേഹത്തെ ചുരുക്കാൻ ശ്രമിച്ചാൽ നടക്കുന്നില്ല. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇസ്ലാമിക ലോകത്തെ തലമുതിർന്ന പല പണ്ഡിതരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. ഇമാം ബസാറിനെ പോലെ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, ഇമാം ദഹബിയെ പോലെ, ഇബ്നു കസീറിനെ പോലെ, ഇബ്നു അബ്ദുൽ ഹാദിയെ പോലെ, അങ്ങനെ ഇസ്ലാമിക ലോകത്ത് പല മേഖലകൾ അറിയപ്പെട്ട പല വലിയ പണ്ഡിതന്മാർ ഈ മനുഷ്യന് ശിഷ്യന്മാരാണ്. ഇവരൊക്കെയും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇസ്ലാമിക വിജ്ഞാനങ്ങളിലെ ഏത് വിഷയങ്ങളാണ്. ഇനി അതല്ല ഇസ്ലാമിക ഇതര വിജ്ഞാനീയങ്ങളായ ഫൽസഫ, ഫിലോസഫിയോ അതിൽ മറ്റേതെങ്കിലും വിഷയങ്ങളാകട്ടെ, അതിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹത്തിന് മുന്നിലിരുന്നാൽ ആ വിഷയത്തിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജ്ഞാനമുള്ള മനുഷ്യൻ അദ്ദേഹമാണെന്ന് നമുക്ക് തോന്നിപ്പോകുമായിരുന്നു എന്നാണ്. ഏത് വിഷയമെടുത്താൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടാൻ ഭാഗ്യം ലഭിക്കുകയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ ഇഷ്ടം ജനിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണം എന്നത് ആ നാട്ടിലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന മനുഷ്യന്മാരൊക്കെയും പങ്കെടുത്ത പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അന്ന് ഡമാസ്കസ് പട്ടണം അതിനു മുൻപ് സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധമുള്ള ഒരു ജനാസയായിരുന്നു അദ്ദേഹത്തിന്റെ ജനാസ എന്നും കാണാൻ കഴിയും. അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ്. നിരവധി മറ്റു പല ആളുകളും ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇസ്ലാമിക ലോകത്ത് വെറുതെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നും ആളുകൾക്ക് എല്ലാവർക്കും ഓർമ്മ വരിക. പണ്ഡിതന്മാർ അടക്കം ഒരുപാട് ഷെയ്ഖുൽ ഇസ്ലാംമാർ കടന്നു പോയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേര് ഒരാൾക്ക് കിട്ടുന്നത് ഇതൊരു ചെറിയ ബഹുമതിയല്ല. കാരണം ഇസ്ലാമിലെ ഒട്ടനവധി വിഷയങ്ങളിൽ അയാൾക്ക് അവഗാഹം ഉണ്ടാകണം. അതുപോലെ തന്നെ നേതൃസ്ഥാനത്തിലുള്ള ഒരു കഴിവുണ്ടാകണം. മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ ഒരു ഷെയ്ഖ്, അവരുടെ ഒരു നേതൃത്വം നൽകുന്ന പണ്ഡിതൻ, എല്ലാ വിഷയങ്ങളിലും അവഗാഹമുള്ളൊരു മനുഷ്യൻ, അറിവും കഴിവും ഒക്കെ തികഞ്ഞൊരാൾ, എല്ലാ രംഗത്തും അങ്ങനെ പ്രശോഭിക്കുന്ന ആളുകൾക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം, അത്ര വലിയ സേവനങ്ങൾ നിർവഹിക്കുന്ന ആളുകൾക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുക. ഇമാം സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെട്ട മറ്റൊരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഇമാം ദഹബിയുടെ സിയറു ആലാമിൻ നുബലയിൽ ഒരുപാട് പണ്ഡിതന്മാരെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് അദ്ദേഹം ആ സ്ഥാനപ്പേര് കൊടുത്ത് പരിചയപ്പെടുത്തുന്ന കാണാൻ കഴിയും. അതിന് അർഹതയുള്ള ആൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് മുൻപുള്ള കാലഘട്ടത്തെയും അദ്ദേഹത്തിന് ശേഷമുള്ള കാലഘട്ടത്തെയും ചരിത്രത്തിൽ കൃത്യമായി വകഞ്ഞു മാറ്റി വേർതിരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത്ര വലിയ സേവനങ്ങൾ അദ്ദേഹം നിർവഹിച്ചു. പല ആളുകളും മുൻഗാമികളുടെ
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് വിശദീകരിച്ച ഇമാം ബുഖാരിയെ പോലെ, ഇമാം അഹമ്മദിനെ പോലെ അവരൊക്കെയും ഹിജ്റ 1, 2, 3 നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ച ആളുകളാണ്. അവരുടെ ഒരു പിന്തുടർച്ച പിന്നെ അവകാശപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻകാല ഏറ്റവും സലഫുകളായ ആളുകൾക്ക് മാത്രം, അവർക്ക് മാത്രം കൈവന്നിട്ടുള്ള ആദരവും ബഹുമാനവും ഒക്കെ പിടിച്ചു പറ്റാൻ കഴിഞ്ഞ, അവരെ പോലെ തന്നെ സേവനങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞ പിൽക്കാലക്കാരിൽ വളരെ അപൂർവം വ്യക്തികളിൽ ഒരാൾ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അഹമ്മദ് എന്നാണ്. അദ്ദേഹം ജനിക്കുന്ന ഒരു പണ്ഡിത കുടുംബത്തിലാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ പണ്ഡിതനായിരുന്നു, അദ്ദേഹത്തിന്റെ ഉപ്പയും പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുൽ ഹലീം, അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിന് പല ഗ്രന്ഥങ്ങളും ഇന്ന് ലോകത്ത് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുമുണ്ട്. അത് അദ്ദേഹത്തിന്റെ വല്ലിപ്പയുടെ ഗ്രന്ഥം. അപ്പൊ പണ്ഡിത കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു തൈമിയ്യ. തഖിയുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിളിപ്പേരായി അറിയപ്പെടുന്നത്. അതുപോലെ അല്ലെങ്കിൽ അബുൽ അബ്ബാസ്, അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരും വിളിപ്പേരുമായി അറിയപ്പെടുന്ന 2 പേരുകളാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ പേരല്ല അബ്ബാസ്, അബുൽ അബ്ബാസ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ആളുകൾ അങ്ങനെയായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. തൈമിയ്യ എന്ന പേര് അദ്ദേഹത്തിന്റെ പിതാമഹന്റെ ഉമ്മ അവർ പണ്ഡിതയായിരുന്നു, ആളുകൾക്ക് ഉപദേശം നൽകുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പേരാണ് തൈമിയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിലെ ഈ തൈമിയ്യ എന്ന പേരിനെ വിശദീകരിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുടുംബം അങ്ങനെ ഇബ്നു തൈമിയ്യ ഒരു പ്രശസ്തയായിരുന്നു ആ സ്ത്രീ. അപ്പൊ അവരുടെ മക്കളെയും മറ്റു കാര്യങ്ങളൊക്കെ ഇബ്നു തൈമിയ്യ, തൈമിയ്യയുടെ മകൻ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അത് അവർക്കൊരു പ്രശസ്തി കിട്ടി. അതുകൊണ്ട് തന്നെ അവരുടെ മക്കളെയും ആ രൂപത്തിൽ തന്നെ അവരങ്ങനെ അറിയപ്പെട്ടു പോന്നു എന്നാണ് ചരിത്രത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷാമിലെ സിറിയയിലെ ഹർറാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഹർറാൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അത് നമുക്ക് ഇന്നും അതിന്റെ ആ സ്ഥലം നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. ഹിജ്റ 661 അദ്ദേഹം ജനിച്ചു. പക്ഷേ ഒരു 5-6 വർഷങ്ങൾ ഹിജ്റ 667 കാലഘട്ടങ്ങളിലായപ്പോൾ, അന്ന് ഹിജ്റ 661 അദ്ദേഹം ജനിക്കുന്നത്. അതിനും ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഹിജ്റ 656 അബ്ബാസി ഭരണകൂടം തകരുന്നത്. താർത്താരികൾ ബഗ്ദാദ് നാമാവശേഷമാക്കി ഖലീഫയെ പിടിച്ചു കൊന്നു. മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുടെ പട്ടണങ്ങളിലൊക്കെ നരനായാട്ട് നടത്തി. ഇസ്ലാമിക പട്ടണങ്ങളൊക്കെയും അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് സമൂഹങ്ങൾ ആക്രമിക്കുന്നത് പോലെ ആയിരുന്നില്ല ഈ മംഗോളുകൾ, ചെങ്കിസ് പിൻഗാമികളായ ആളുകൾ. പ്രത്യേകിച്ച് ചെങ്കിസ് ഖാന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഹൂലാക്കോ ഖാൻ, അയാളുടെയൊക്കെ ഒരു നരനായാട്ട് അരങ്ങേറിയ ഒരു വർഷങ്ങളാണ് കഴിഞ്ഞുപോയത്. അവരുടെ പ്രത്യേകത, അവരൊരു സമൂഹത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് സമൂഹങ്ങൾ ആക്രമിക്കുന്ന പോലെയല്ല. സൈനികമായി ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി സമൂഹങ്ങളൊക്കെയും ഒരു പോരാട്ടം അല്ലെങ്കിൽ സൈനികമായ ഒരു മേൽക്കോയ്മ കിട്ടി ജയമുണ്ടായി കഴിഞ്ഞാൽ സാധാരണ സമൂഹങ്ങളൊക്കെ പോരാട്ടം നിർത്തുകയാണ് പതിവ്. സൈനികമായി ജയിച്ചല്ലോ, അവർക്ക് മേൽക്കോയ്മ കിട്ടി, ഭരണം കിട്ടിയല്ലോ. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവർ ഒരു അപരിഷ്കൃതമായ കാടത്തും നിറഞ്ഞ കുറെ സമ്പ്രദായങ്ങൾ വെച്ച് പുലർത്തിയുന്ന ഒരു സമൂഹമായിരുന്നു. ഇവരുടെ സൈന്യം തന്നെ ആ നിലക്ക് ഒരു ചിഹ്നിച്ചത് ഒരു സൈന്യമായി. പക്ഷെ എന്നാൽ അത്രയധികം ആളുകളുണ്ട് മംഗോളുകൾ, താർത്താരികൾ എന്നറിയപ്പെടുന്നവർ. ഇവരൊരു സ്ഥലത്ത് വന്നാൽ പിന്നെ ആ സ്ഥലത്ത് ആന കരിമ്പിൽ കാട്ടിൽ കയറിയതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു ചിട്ടവട്ടങ്ങളും ഉണ്ടാവില്ല. എല്ലാം നശിപ്പിക്കും. അവിടെ ആളുകളെ കൊല്ലും, ലൈബ്രറികൾ നശിപ്പിക്കും, അവിടുത്തെ നല്ല നല്ല കെട്ടിടങ്ങൾ, അതൊക്കെ എന്താണോ അവർ കൺമുന്നിൽ കാണുന്നത് അതൊക്കെ നശിപ്പിച്ചും ആകെ മുടിപ്പിച്ചുമാണ് അവർ മുന്നേറിപ്പിക്കുന്നത്. അപ്പൊ ബഗ്ദാദ് പട്ടണത്തിന്റെ ഒരു പതനം എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു വർഷം അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ അന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. താർത്താരികളുടെ ആക്രമണങ്ങൾ അന്നും പൂർണ്ണമായി തീർന്നിട്ടുമില്ല. അപ്പോൾ അതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ജനിക്കുന്നു. സിറിയയിൽ അദ്ദേഹത്തിന്റെ ഹർറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു 5-6 വയസ്സുള്ളപ്പോൾ ഹിജ്റ 667 താർത്താരികളുടെ ആക്രമണം ഉണ്ടാകുമെന്നൊരു വാർത്ത പരക്കുന്നു. അവരെ അത് ശരിയായി പിന്നീട് അവർ ആക്രമിക്കുന്നു. അങ്ങനെ ഹർറാൻ എന്ന പ്രദേശം വിട്ട് ഒരുപാട് ആളുകൾ പലായനം ചെയ്തു. ഡമാസ്കസിലേക്കും അന്നത്തെ കുറച്ചുകൂടി സുരക്ഷിതമായ ഇസ്ലാമിക പട്ടണങ്ങളിലേക്കൊക്കെ അവിടെയുള്ള ആളുകൾ പലായനം ചെയ്തു. ആ കൂട്ടത്തിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും കുടുംബം ഒന്നടങ്കം ഹർറാനിൽ നിന്ന് ഡമാസ്കസിലേക്ക് പലായനം ചെയ്തു. പിന്നെ അദ്ദേഹം താമസിക്കുന്നതും പഠിക്കുന്നതും പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലം ഒരു വലിയ ഗണ്യമായ ഒരു അളവോളം അദ്ദേഹം ചെലവഴിക്കുന്നതും ഡമസ്കസിലാണ്.
ഡമസ്കസിലെ വലിയ പ്രസിദ്ധരായ അക്കാലത്തെ പണ്ഡിതന്മാർ, ഒന്നാമത് അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരുപാട് അറിവ് നേടി. ഹംബലി മദ്ഹബ്, അടിസ്ഥാനപരമായ ഒരു ഹംബലി മദ്ഹബിലായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഹംബലി മദ്ഹബ് പഠിച്ചു, മറ്റു മദ്ഹബുകളൊക്കെയും പഠിച്ചു. അന്ന് നേടാൻ കഴിയുന്ന വിദ്യാഭ്യാസം മറ്റുള്ള ആളുകൾക്ക് പോലും നേടാൻ കഴിയാത്തത്ര വിദ്യാഭ്യാസം അദ്ദേഹം നേടിയെന്നതാണ്. ഡമസ്കസിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പഠനങ്ങളൊക്കെയും ഉണ്ടാകും. അന്ന് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയേക്കാൾ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാ രംഗങ്ങളിലും ഒരു മുൻതൂക്കമുണ്ടായി. ബുദ്ധിശക്തിയിൽ, ഓർമ്മശക്തിയിൽ, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ, ആളുകൾക്കൊക്കെയും കീറാമുട്ടിയായ പല വിഷയങ്ങൾ പഠിക്കുന്നതിൽ. അത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്കത് വായിച്ചാലും മനസ്സിലാക്കണം. ഇന്ന് പോലും ആധുനിക ലോകത്തെ തലമുതിർന്ന പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളും ഒറ്റക്ക് വായിക്കാറില്ല, കൂടിയിരുന്നാണ് അവർ വായിക്കാറുള്ളത്. കാരണം ഒറ്റക്ക് വായിച്ചാൽ തിരിയാൻ മാത്രമുള്ള ഒരു വൈജ്ഞാനിക നിലവാരം കിട്ടുന്നില്ല. പലതിനും ആഴമേറിയ വ്യാഖ്യാനങ്ങൾ ആവശ്യമായി വരുന്നു. പലതും പല പദങ്ങളും പദപ്രയോഗങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്ന പലതും മനസ്സിലാക്കാൻ തന്നെ സമയം കൂടുതൽ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇന്ന് പോലും ഇസ്ലാമിക ലോകത്ത് തലയെടുപ്പുള്ള ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക ലോകത്ത് കടന്നു വന്ന പിഴച്ച ആദർശങ്ങളും ഇസ്ലാമിക ഇതരമായ അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ഏതൊക്കെ ആദർശങ്ങളുണ്ടോ അതിലൊക്കെയും അദ്ദേഹത്തിന്റെ രചനകളുണ്ട്. അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് പറഞ്ഞ എല്ലാവരും പറഞ്ഞു. ഇത്രയാണെന്നില്ല. ചില ലിസ്റ്റുകളിലൊക്കെ ഇന്നും പല പണ്ഡിതന്മാരുടെ കിതാബുകളിലും അതുപോലെ തന്നെ ഇന്റർനെറ്റിലും പല സൈറ്റിലും ഒക്കെ അവർ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കി 200, 300 എന്നൊക്കെ എണ്ണിയവരുണ്ട്. എന്നാൽ അതൊന്നും അല്ല. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ പറയുന്നതനുസരിച്ച് നമുക്കൊന്നും എണ്ണം കഴിയുന്നില്ല. അദ്ദേഹം കൊടുത്ത ഫത്വകൾക്ക് എത്രയാണെന്ന് ഒരു തരത്തിലും കണ്ടെത്താൻ ഒരു വഴിയുമില്ല. അത്രമാത്രം ഫത്വകൾ. ഇത് ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ചെറു ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ലഘുലേഖകൾ പോലെയുള്ള സംഗതികളോ അല്ല. അദ്ദേഹത്തിന് ഓരോ ഗ്രന്ഥങ്ങളും കനപ്പെട്ട ഗ്രന്ഥങ്ങളും 4ഉം 5ഉം വാള്യങ്ങൾ വരുന്ന 40ഓളം വാള്യങ്ങൾ വരുന്ന അദ്ദേഹത്തിന്റെ മജ്മു അൽ ഫത്താവ്, അത് പിന്നീട് ക്രോഡീകരിച്ചു. അദ്ദേഹം നൽകിയ ഫത്വകൾ മാത്രം. അങ്ങനെ അദ്ദേഹം ചെയ്തു വെച്ച വൈജ്ഞാനിക സേവനം എന്ന് പറയുന്നത് ഇപ്പോഴും ആളുകൾ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആളുകൾ അദ്ദേഹത്തിന്റെ വിഷയത്തിലെ പല മേഖലകളും എത്തുമ്പോൾ അന്തം വിട്ട് വാ തുറന്നു പോകുന്ന തരത്തിലുള്ള സേവനങ്ങളാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഇന്നും അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുന്ന ആളുകൾക്ക് പറയാനും എഴുതാനുമുള്ളത്. അങ്ങനെ ഡമസ്കസിൽ തന്നെ അദ്ദേഹം പഠനം തുടർന്നു. ഡമസ്കസിൽ നിന്ന് അദ്ദേഹം ഒരു 18-19 വയസ്സാകുമ്പോൾ തന്നെ അന്ന് നിലവിലുള്ള ഒരു മഹാപണ്ഡിതന് വേണ്ട എന്തൊക്കെ യോഗ്യതകളും ശേഷികളുമുണ്ടോ അതൊക്കെ നേടിയെടുത്തു കഴിഞ്ഞു. 18-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വലിയ പണ്ഡിതനെ അറിയപ്പെട്ടു. അദ്ദേഹത്തിനോട് ആളുകൾ ഫത്വ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉപ്പ ഏകദേശം അദ്ദേഹത്തിന് 20-21 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മരണപ്പെടുന്നത്. ഉപ്പയ്ക്ക് ശേഷം ഉപ്പ അന്ന് ഡമസ്കസിലെ വലിയ പള്ളിയിൽ എടുത്തിരുന്ന ഹദീത്തിന്റെ ക്ലാസ്, അതുപോലെ തന്നെ ആ നാട്ടിൽ ഡമസ്കസിൽ തന്നെയുള്ള ഹദീത്തിന്റെ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരുന്നു. അതിന് പകരം അന്നാട്ടിലെ തലമുതിർന്ന പണ്ഡിതന്മാരെ ഒക്കെയും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഉപ്പയുടെ മകനെ തന്നെയായ അഹ്മദ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് അവർ തിരഞ്ഞെടുത്തത്. അന്ന് മുതൽ അദ്ദേഹം ഔദ്യോഗികമായ വലിയൊരു പദവി ഈ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ മാത്രമുള്ള ശേഷിയും ക്ഷേമുഷിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 20 വയസ്സിനുള്ളിൽ തന്നെ അദ്ദേഹം ഒരു വലിയ പണ്ഡിതനെ ആളുകൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള എല്ലാ വിഷയങ്ങളിലും അവഗാഹമുള്ള, തഫ്സീറുകളിൽ അവഗാഹമുള്ള അദ്ദേഹത്തിന്റെ തഫ്സീർ ക്ലാസ് അത് വളരെ ചെറുപ്പത്തിൽ ആ കാലത്ത് തന്നെ അദ്ദേഹം തുടങ്ങിയ ഡമസ്കസിലെ വലിയ പള്ളി എന്ന് പറഞ്ഞാൽ ഇന്നുമുള്ള ജാമിഉൽ ഉമവി അറിയപ്പെടുന്ന ഉമവികളുടെ വലിയ ഗ്രാൻഡ് മോസ്ക് എന്നറിയപ്പെടുന്ന പള്ളി ഇന്നുണ്ട്. അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഉമവി ഭരണകാലഘട്ടത്തിൽ ഹിജ്റ 2-ാം നൂറ്റാണ്ടിനുള്ളിൽ നിർമ്മിക്കപ്പെട്ട വലിയ പള്ളിയാണ്. ഉമവി ഭരണാധികാരികൾ നിർമ്മിച്ച വലിയ പള്ളി. ഡമസ്കസിൽ ജീവിച്ച തലമുതിർന്ന പണ്ഡിതന്മാരൊക്കെയും ആ വലിയ പള്ളിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് ചരിത്രത്തിൽ സുപ്രസിദ്ധമായ പള്ളിയാണ് ജാമിഉൽ ഉമവി എന്നറിയപ്പെടുന്ന ഡമസ്കസിലെ വലിയ പള്ളി. അവിടെ അദ്ദേഹത്തിന് ക്ലാസ് ഉണ്ടായി. വിശേഷിച്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ തഫ്സീർ ക്ലാസ് കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ വരികയും ഒരു അവലംബവും ഇല്ലാതെ, മുമ്പിൽ ഒരു നോട്ടോ പുസ്തകങ്ങളോ ഇല്ലാതെ അദ്ദേഹം തഫ്സീർ ക്ലാസ് എടുക്കുന്നത്, ചെറിയ പ്രായത്തിൽ അദ്ദേഹം എടുക്കുന്നത് ആളുകൾ അത്ഭുതത്തോട് കേട്ടിരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് അറിവ് നേടിയ ആയിരക്കണക്കിന് പണ്ഡിതർ. സാധാരണ പറയാറുള്ളത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഉസ്താദിനെ പോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് ചെയ്ത സേവനങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അന്തം വിട്ടുപോകുന്ന സേവനങ്ങൾ നിർവഹിച്ച ആളാണ് ഇബ്നുൽ ഖയ്യിം. അദ്ദേഹത്തെ ഈ ശിഷ്യനും ഉസ്താദും തമ്മിലുള്ള ബന്ധം പറയുന്നിടത്ത് പറയാറുണ്ട്, ഇബ്നുൽ ഖയ്യിം എന്ന ഒറ്റ ശിഷ്യൻ മതി ഇബ്നു തൈമിയ്യക്ക് സ്വർഗത്തിൽ പോകാനെന്നാണ്. പക്ഷേ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ആദ്യകാലത്തൊരു നമ്മൾ ഇന്ന്
പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ഖുറാഫി വിശ്വാസത്തിലൊക്കെ ആയിരുന്ന ആളപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വിശ്വാസത്തിലുള്ള ആളായിരുന്നു ഇബ്നുൽ ഖയ്യിം. ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന മനുഷ്യനെ സലഫി വിശ്വാസത്തിലേക്കും സലഫി ആദർശത്തിലേക്കും യഥാർത്ഥ ദീനി മേഖലയിലെ കൈപിടിച്ചു കൊണ്ടുവന്നത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയാണ്. ശിഷ്യന്മാരെ അദ്ദേഹം പരിഗണിച്ചിരുന്നത് അത് ഒരു അത്ഭുതകരമായ ഒരു ബന്ധമായിരുന്നു ശിഷ്യന്മാരുമായിട്ടുണ്ടായിരുന്നു. മുൻഗാമികളായ ആളുകളുടെ ഒരു പൊതു സവിശേഷത ഇന്നത്തെ നമ്മുടെ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന്, നമ്മൾ ഇന്ന് പലപ്പോഴും സമൂഹത്തിന്റെ പുരോഗതിയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഉന്നമനത്തിനുമായി കാണുന്നത് കുറെ ഭൗതികമായ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുക എന്നതാണ്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, നല്ല കെട്ടിടങ്ങൾ, നല്ല ലൈബ്രറികൾ ഉണ്ടാക്കുക. പക്ഷെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോലെയുള്ള നവോത്ഥാന നായകന്മാർ എന്ന് പറയാവുന്ന അവർ ചെയ്തത് ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു തലമുറയെ തന്നെ നയിക്കാൻ കെൽപ്പുള്ള മനുഷ്യന്മാരെ വാർത്തെടുക്കുക എന്നതായി. കെട്ടിടങ്ങളെക്കാൾ അപ്പുറം മനുഷ്യന്മാരെ അവർ നിർമ്മിച്ചെടുത്തു. ഇബ്നുൽ ഖയ്യിം അതിൽ ഒരാൾ മാത്രമാണ്. ഇബ്നു കസീർ നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. ഇബ്നു കസീർ എത്രയോ തവണ അദ്ദേഹത്തിന്റെ തഫ്സീറിനെ കുറിച്ച്, അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. നമ്മൾ ഇന്ന് ഈ പണ്ഡിതന്മാരുടെ ചരിത്രം പറയാൻ വേണ്ടി പ്രധാനമായും അവലംബിക്കുന്ന സിയറു ആലാമിൻ നുബല എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അത് എഴുതിയ ഷംസുദ്ദീൻ അദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി, ഹാഫിദുദ് ദുനിയ, ദുനിയാവിൽ തന്നെയുള്ള ഹാഫിദുകളിൽ വെച്ച്, അഥവാ ഓർമ്മശക്തികളുള്ള അത്രയധികം ഹദീസുകൾ മനപ്പാടമുള്ള ഹിഫ്ദുള്ള ആളുകളിൽ വെച്ച് ദുനിയാവിന്റെ ഹാഫിദ് എന്ന് അറിയപ്പെട്ടയാളാണ് ഇമാം ദഹബി. അദ്ദേഹം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. അങ്ങനെ അറിയപ്പെട്ട നിരവധി പേർ, എതിരാളികൾ പോലും അദ്ദേഹം ഒരു മുജ്തഹിദാണ് എന്ന്, അദ്ദേഹത്തിന് ഇസ്ലാമിക വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ അറിവും ആഴമേറിയ കഴിവിനെയും എതിരാളികൾ പോലും അംഗീകരിക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളിൽ സമകാലികരായ ആളുകൾ പോലും എഴുതുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തെ അദ്ദേഹത്തെ എതിർത്തിരുന്ന പല വിഷയങ്ങളും, അദ്ദേഹത്തെ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ആളുകൾ പോലും അറിവിന്റെ വിഷയത്തിൽ, ദീൻ മനസ്സിലാക്കുന്ന വിഷയത്തിൽ, തഫ്സീറിന്റെ വിഷയത്തിൽ, ഫിഖ്ഹിന്റെ വിഷയത്തിൽ, ഏത് വിഷയം എടുത്താലും ഇബ്നു തൈമിയ്യയോട് എതിരിടാനുള്ള കെൽപ്പില്ല എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. നാം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആളുകളുമായുള്ള ബന്ധം എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു സവിശേഷതയായിരുന്നു. അദ്ദേഹം ഇത്ര വലിയ അറിവുള്ള, ജീവിതത്തിന്റെ മുഴുവൻ സമയം അറിവിന് വേണ്ട മാറ്റിവെച്ച ആളായിരുന്നിട്ട് പോലും അദ്ദേഹം ഓരോ ആളുകളുമായി ഇടപെടുന്ന ബന്ധം, ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ പല സംഭവം നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ അന്നത്തെ ഇപ്പോൾ അറബ് നാടുകളിലേക്ക് ഒരു പതിവാണല്ലോ തലപ്പാവ് ധരിക്കുക. ഒരു മനുഷ്യൻ അദ്ദേഹം തലപ്പാവ് ഇല്ലാതെ വിഷമിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് തലപ്പാവിൽ എവിടെയെങ്കിലും സദസ്സിൽ കയറി ചെല്ലണമെങ്കിൽ, നല്ലൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മളിന്ന് നല്ല ഡ്രസ്സ് ധരിക്കുന്നത് പോലെ അന്നത്തെ ഒരു ആളുകളുടെ ഒരു സമ്പ്രദായമാണ് തലപ്പാവ് ധരിക്കുക. അപ്പൊ തലപ്പാവ് ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ നോക്കുക, തലപ്പാവ് ഇല്ലല്ലോ. അപ്പോൾ അതൊരു അദ്ദേഹത്തിന് ന്യൂനതയാണ്. അദ്ദേഹം ചോദിക്കാതെ തന്നെ സ്വന്തം തലപ്പാവിൽ നിന്ന് എടുത്ത് അതിനെ രണ്ടാക്കി പകുത്ത് അങ്ങനെയുള്ള ആളുകൾക്ക്, ദരിദ്രർക്ക് കൊടുക്കുന്ന ഇബ്നു തൈമിയ്യയെ നമുക്ക് കാണാൻ കഴിയും. ആളുകൾ മറ്റാരെങ്കിലും അന്യായം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കയറി ചെന്ന്, അവരുടെ അടുത്ത് ചെന്ന്, നിങ്ങൾ അന്യായം പ്രവർത്തിച്ച അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് പിടിവാശിയോടുകൂടി പറഞ്ഞ് നിർബന്ധം ചെലുത്തി അവരിൽ നിന്ന് അർഹതപ്പെട്ട ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയായിരുന്നു. അതുപോലെ തന്നെ ചെറിയ കുട്ടികളോട്, തൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന വലുതോ ചെറുതോ ആകട്ടെ ആളുകളോട് അദ്ദേഹം കാണിച്ചിരുന്ന പരിഗണന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ജാമിഉൽ ഉമവിയിൽ, ഡമസ്കസിലെ വലിയ പള്ളിയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം അവരെക്കാൾ ഉയർന്ന സ്ഥലത്ത് ഇരിക്കാറില്ല. അദ്ദേഹം താഴ്ന്ന് ഇറങ്ങി അവരോട് ഇരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർക്ക് തന്നെ ഉസ്താദിനോടുള്ള അദബല്ലല്ലോ ഇതെന്ന് തോന്നി അവർക്കൊരു മനപ്രയാസം ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ അദ്ദേഹം ഹദീസിന്റെ കിതാബുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം മുറുകെ പിടിച്ച് സൂക്ഷിക്കുമായിരുന്നു. അപ്പൊ ഇത് കണ്ട് പുറകെ നടക്കുന്ന ശിഷ്യന്മാർക്ക് അവരത് ഉസ്താദിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കും. കാരണം ഉസ്താദ് കിതാബുമായി നടക്കുമ്പോൾ അത് ശിഷ്യനാണല്ലോ ചുമക്കേണ്ടത്, അതാണല്ലോ അദബ്. പക്ഷെ അവർക്കും മനപ്രയാസം ഉണ്ടാകും, ഇത് നമുക്ക് തരാതെ ഉസ്താദ് തന്നെ സ്വയം ചുമന്നുകൊണ്ട് നടക്കുന്നു. അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അതിൽ അങ്ങനെയൊന്നും വ്യത്യാസമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ അത് ഞാൻ തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് നടക്കാൻ മാത്രമുള്ള, ഞാൻ അതിന്റെ മുമ്പിൽ ഒന്നുമല്ലല്ലോ, അത് ഞാൻ ചുമക്കേണ്ടതാണ്, അതിനുള്ള ആദരവ് ഞാൻ പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അതിനു പോലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അദ്ദേഹം അനുവദിക്കാറുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തന്നെയായിരുന്നു സ്വന്തം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മറ്റാരെ കൊണ്ടും ചുമപ്പിക്കാതെ സ്വയം ചുമന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം ഏതൊരു ക്ലാസ് എടുക്കുമ്പോൾ, അദ്ദേഹം ശിഷ്യന്മാർ വിവരിച്ചിട്ടുള്ള ഏതൊരു ക്ലാസ് എടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു സവിശേഷത പ്രധാനമായും അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയിൽ നിന്ന് അവലംബിച്ചാണ് അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കാറുള്ളത്. അത് തന്നെയും
നാം നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്കൊക്കെ തോന്നും അദ്ദേഹം തഫ്സീർ എടുത്താൽ തോന്നും ഈ ഒരു മുഫസ്സിറാണത്. തഫ്സീർ അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ 20-22 വയസ്സ് മുതൽ അദ്ദേഹം ജാമിഉൽ ഉമവിയിൽ തഫ്സീർ ക്ലാസ് എടുക്കും. അദ്ദേഹം കയ്യിൽ തന്റെ മുമ്പിലൊന്നും ഉണ്ടാവില്ല. തഫ്സീർ എടുത്താൽ തോന്നും ഓരോ ആയത്ത് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ദിവസത്തിന്റെ പകുതിയോളം, ഒരു സുബഹി കഴിഞ്ഞാൽ ഒരു ദുഹർ വരുന്ന ആകുന്ന സമയത്തോളം അദ്ദേഹം തഫ്സീർ എടുത്താലും അദ്ദേഹം ചിലപ്പോൾ 1-2 ആയത്തുകൾ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടാവും. അതിന് മാത്രം അദ്ദേഹം പറയും. എന്നിട്ട് പറയും ഇതിൽ ഇനിയും ഉണ്ട്, പക്ഷേ ഇനിയും അത് പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആളുകൾ വിചാരിക്കും അദ്ദേഹത്തിന് അങ്ങനെ തന്നെ ഈ നിസ്കാരമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ പോയാൽ ഇനി ദിവസം അവസാനിച്ചാലും നാളെ ആയാലും അദ്ദേഹം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ആളുകൾക്ക് തോന്നും. അദ്ദേഹം തന്റെ ഉപ്പയുടെ സ്ഥാനം ഏറ്റെടുത്തു എന്ന് സൂചിപ്പിച്ചു. 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം അധ്യാപനം ആരംഭിച്ചു. 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം അധ്യാപനം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പണ്ഡിത കുടുംബമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു. ആ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ ശേഷിയും കഴിവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വിഷയത്തിലുള്ള ഒരു സ്ഥാനം, ഒരു പദവി, ഒരു ക്ലാസ് അത് അദ്ദേഹം ഏറ്റെടുത്തു ഹിജ്റ 682. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് 22 വയസ്സുണ്ടായിരുന്നപ്പോൾ ഉപ്പ നിർവഹിച്ചിരുന്ന സ്ഥാനങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൽ മറ്റു പല മദ്രസകളിലും അതുപോലെ തന്നെ പള്ളികളിലും ഒക്കെയുള്ള ക്ലാസ്സുകൾ, ജനങ്ങൾക്കുള്ള വലിയ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ മാത്രമുള്ള ഒരു വലിയ പണ്ഡിതനായി അദ്ദേഹം മാറുകയുണ്ടായി. അന്നത്തെ തലമുതിർന്ന പല പണ്ഡിതന്മാരോടും അദ്ദേഹം വൈജ്ഞാനികമായ ചർച്ചകൾ നടത്തുകയും അദ്ദേഹത്തിന്റെ അറിവിന് മുമ്പിൽ അവർക്കൊക്കെയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത നിരവധി സന്ദർഭങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 19 വയസ്സിന് മുമ്പ് തന്നെ അദ്ദേഹം ഫത്വ കൊടുക്കാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ ഏകദേശം ആ ഒരു പ്രായത്തിൽ തന്നെ എഴുത്തും പലവിധ ഗ്രന്ഥങ്ങൾ എഴുതാനും രചനകൾ നടത്താനും അദ്ദേഹം ആരംഭിച്ചു. അതുകൊണ്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ, ഈ ഒരു പ്രായത്തിൽ 22-23 വയസ്സ്, ആ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തി ഇസ്ലാമിക ലോകത്തെമ്പാടും പരന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പല ആളുകളും അദ്ദേഹത്തെ തിരഞ്ഞു വരും, അദ്ദേഹത്തോട് പല ഗ്രന്ഥങ്ങളും എഴുതാൻ ആവശ്യപ്പെടും. അദ്ദേഹത്തിൽ നിന്ന് പല നാട്ടുകാരായ ആളുകൾ പല വിഷയങ്ങൾ, ഉദാഹരണത്തിന് അഖീദയുടെ വിഷയത്തിൽ എഴുതാൻ ആവശ്യപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു. വാസിത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരു പണ്ഡിതൻ ആവശ്യപ്പെട്ടതാണ്, ഷാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതൻ ആവശ്യപ്പെട്ടതാണ്, നിങ്ങൾ അഖീദയിൽ ഒരു ഗ്രന്ഥം എഴുതാൻ. അപ്പൊ അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയാണ് അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പേരുള്ളൊരു ഗ്രന്ഥം. അത് അദ്ദേഹം എഴുതിയത് ഒരു അസറിന് ശേഷം മഗ്‌രിബിന് ഇടയിലുള്ള സമയമായിരുന്നു എന്ന് ചില ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ഒരു റെഫറൻസും ഇല്ലാതെ അത് എഴുതാൻ മാത്രമുള്ള, അത് ഇന്ന് ജാമ്യയിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നത് പോലും അതിന്റെ വലിയ വിശദീകരണം നിറഞ്ഞ വ്യാഖ്യാനങ്ങൾ വെച്ചാണ്. ആ പുസ്തകം ഒന്നടങ്കം അതുപോലെ പഠിക്കാനും വായിക്കാനും മാത്രമുള്ള ധൈര്യം ഇക്കാലത്ത് ആളുകൾക്കില്ല. അതിന് വ്യാഖ്യാനങ്ങൾ ആവശ്യമുണ്ട്, അതിന് ശറഹ് ആവശ്യമുണ്ട്. അതങ്ങനെ ഒരുപാട് ആളുകൾ അത് മനഃപ്പാടമാക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ അഖീദത്തുൽ ഹമവിയ്യ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അഖീദയിലും തഫ്സീറുകളും അതുപോലെ തന്നെ ഹദീസിലും ഫിഖ്ഹിലും ഒക്കെ അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ട്. ഒരുപാട് ആളുകൾക്കുള്ള മറുപടികളുണ്ട്. അതൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറയുന്ന രംഗത്ത് കുറച്ചൊക്കെ സൂചിപ്പിച്ച് പോകാം എന്നൊക്കെയുള്ളൂ. അദ്ദേഹത്തിന്റെ ജുമാ ദിവസങ്ങളിലുള്ള തഫ്സീർ ക്ലാസ് ആയിരുന്നു. ക്ലാസ്സുകളിൽ വെച്ച് ഒരുപാട് ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണക്കാരും ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു ക്ലാസ് അതായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം.